നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ നെഗറ്റീവ് കാണുന്നവർ ഒരുപാടുണ്ടാകും. നമ്മൾ അതിൽ തളർന്നു പോകരുത്. കാരണം മഞ്ഞപ്പീത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ. വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക. എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിന് മുന്നിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. നാം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു. എന്നാൽ അതിനുള്ളിലെ ശൂന്യതയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നത്. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും, അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ. മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല, മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക. അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ്. എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചൊന്നും ചെയ്യരുത്. നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത്. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നും തന്നെയില്ല ഈ ഭൂമിയിൽ. തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ. തയ്യാറെടുപ്പും നിശ്ചയമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവും ആകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്തണം. സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും
ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കലെല്ലാം ശരിയാകും എന്ന കാത്തിരിപ്പ്. 2 സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത്. 1 നിങ്ങളെ ചതിക്കുന്നവരെ, 2 നിങ്ങളെ അവഗണിക്കുന്നവരെ. ജനിക്കുന്നത് നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അത് നേടാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത്. മനുഷ്യന്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. തീരത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കടൽ നീന്തി മറികടക്കാൻ കഴിയില്ല. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത്, വിരലുകളെയല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയ ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളല്ലേ, അവരായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ. ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിന് പരിഹാരമുണ്ടാക്കുക, അല്ലെങ്കിൽ അത് മറക്കുക. അല്ലാതെ ഇത് രണ്ടിനും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ്. തങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശക്കാരാണെന്നും തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നവർ നല്ലവരുമാണെന്ന പൊതു തത്വമാണ് മോശം അഭിപ്രായങ്ങളിൽ മനുഷ്യരെ എത്തിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാനുള്ള മാർഗം അവളെ വിശ്വസിക്കുന്നതായി നടിക്കുക എന്നത് മാത്രമാണ്. എല്ലാവരും സ്വപ്നങ്ങൾ കാണും, ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ട് ലോകത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായി എന്ന്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്, മറ്റാരെയുമല്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങൾ സ്വയം പ്രചോദരാകുക. നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകരുത്. മറ്റാരും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് കരുതരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളിൽ ഒന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, ദയ, കരുണ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ ഒരേ ഒരു കാരണം നിങ്ങൾ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും.
നൂറുകണക്കിന് കണക്കുകൂട്ടലുകൾ വിജയത്തിലേക്കും വിരലിലെണ്ണാവുന്ന കണക്കുകൂട്ടലുകൾ തോൽവിയിലേക്കും നയിക്കുന്നു. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായി എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നുമായിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. ഒരു സ്ത്രീ നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങളുമായി പങ്കുവച്ചാൽ അതിനർത്ഥം അവൾ നിങ്ങളെ വളരെയധികം വിലമതിക്കുന്നു എന്നതാണ്. താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. 1000 ബുക്കുകളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കുവാനുള്ള ഒരു പാഠം ലഭിക്കും. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നത്. എല്ലാവരും സ്വപ്നം കാണുന്നു. പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. മറ്റുള്ളവരെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും. പഠനങ്ങൾ പറയുന്നു, ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങൾക്ക് പ്രാപ്തിയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരുവാനുള്ള വേരുകളും നിങ്ങളെ സഹായിക്കാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക. ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക. പിശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുമുണ്ട്. മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നതുവരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്.
ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടിനായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. വിശ്വാസം എന്നത് ഊതി വിയർപ്പിച്ച ബലൂൺ ആണ്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തകരാം. പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം. ഒഴുകുന്ന ജലവും പാറയും എപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം സത്യസന്ധനാണെങ്കിൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ സത്യസന്ധത എത്രയധികം കൂടുതലാണോ എത്രത്തോളം കാലം അത് നീണ്ടു നിൽക്കും. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ആത്മാർത്ഥമായ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവയായിരിക്കണം നമുക്കെന്നും പ്രിയപ്പെട്ടവർ. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ സ്വയം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാവുന്നതിൽ പരിമിതികളൊന്നുമില്ല. നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിനായി തയ്യാറെടുക്കണം. വിജയിക്കുവാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും, എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്ന് ഓർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ഒരേ തീരുമാനം 2 പ്രാവശ്യം എടുക്കരുത്. ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധരായിരിക്കും. ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ഇരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച
അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. വാസ്തവത്തിൽ അസാധ്യമെന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കേ വിജയം കൈവരൂ. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും സ്വീകരിക്കുവാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്തു പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുമുണ്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത അവരുടേതായ ശരികൾ. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. മൂഢന് എപ്പോഴും പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നുന്നു. അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശക്തിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. നിങ്ങൾ വിജയത്തെ പിന്തുടരുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക. വിജയത്തിന് കുറുക്കുവഴികളില്ല. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയെന്ന് വരും. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവഗണിക്കും. ഒന്നുമില്ലെന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിവർന്നെന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിരുന്നിട്ടാണോ എന്ന്.